Welcome to the General Engineering class. Today we continue magnetism and electromagnetism. First, electric generator. Electric generator. Electric generator is a machine which converts mechanical energy into electrical energy. It works on the principle of electromagnetic induction. In an electric generator, mechanical energy is used to rotate the conductor in magnetic field to produce electricity. ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ചെറിയ ജനറേറ്ററുകളല്ല, നമ്മുടെ കല്യാണങ്ങൾക്ക് കൊണ്ടുവരുന്ന ജനറേറ്റർ കണ്ടിട്ടുണ്ടാവും, അതുപോലെ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുവരുന്ന ജനറേറ്റർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചെറിയതും വലുതുമായ പലതരം ജനറേറ്ററുകളുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവരുന്ന ജനറേറ്റർ എന്ന് പറയുന്നത് അത് ഡീസല് അഥവാ പെട്രോള് അതുപോലെ കെറോസിൻ ഓയിൽ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന ജനറേറ്ററുകളാണ്. ഈ ജനറേറ്ററുകൾ അതിലൊരു എഞ്ചിൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ച ഡീസൽ എഞ്ചിനുകളൊക്കെ, പെട്രോൾ എഞ്ചിൻ, കിറോസിൻ എഞ്ചിൻ, ഈ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അതിലൊരു റോട്ടറി മോഷൻ ഉണ്ടാവും. ആ റോട്ടറി മോഷൻ ഡൈനാമോയെ കറക്കിയ ഡൈനാമോയിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നത്. ഇലക്ട്രിക് ജനറേറ്റർ സാധാരണ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് AC ജനറേറ്റർ ഉണ്ട്, ഒന്ന് DC ജനറേറ്റർ ഉണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് AC ആണ്. AC 230 വോൾട്ട് അല്ലെങ്കിൽ 220 വോൾട്ട് AC ആണ്. അതിന്റെ ആവൃത്തി എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസി വരുന്നത് 50 ഹെർട്സ് ആണ്. ഇത്തരം വൈദ്യുതികളാണ് നമ്മുടെ വീടുകളിൽ ഇത് നിർമ്മിക്കുന്ന ജനറേറ്ററുകളാണ് കൂടുതൽ. ഓക്കെ, അപ്പോ ഇവിടെ എല്ലാ ജനറേറ്ററിലും ഒരു മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മെക്കാനിക്കൽ എനർജി നിർമ്മിക്കാൻ വേണ്ടി ഒന്നുകിൽ ഒരു എന്ത് വേണം, എഞ്ചിൻ വേണം. ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ കിറോസിൻ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ, അല്ലെങ്കിൽ ഒന്നുകിൽ എഞ്ചിൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കേട്ടില്ലേ നിങ്ങൾ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? നല്ല റിസർവോയറില് ഡാമില് നിറഞ്ഞിരിക്കുന്ന വെള്ളത്തെ നമ്മള് എന്ത് ചെയ്യും? ഇൻസ്റ്റോക്ക് വഴി കൊണ്ടുവന്ന് നമ്മളൊരു ടർബൈനെ കറക്കും. ഒരു ടർബൈനെ കറക്കും. ഈ ടർബൈനെ ഈ കറക്കം, ഈ റോട്ടറി മോഷൻ, ഇതാണ് ഇവിടുത്തെ മെക്കാനിക്കൽ എനർജി. ഈ റോട്ടറി മോഷൻ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? നമ്മുടെ ഡൈനാമോയുടെ ആർമേച്ചറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഡൈനാമോയുടെ ആർമേച്ചർ കറക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കൽ എനർജി, റോട്ടറി മോഷൻ നമുക്ക് ആവശ്യമാണ്. അത് ഒന്നുകിൽ ഡീസൽ എഞ്ചിനിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലുള്ള ഈ വെള്ളത്തിന്റെ ഫോഴ്സിൽ നിന്നാവാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു, അതുപോലെ വിൻഡ് മില്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിൻഡ് മില്ലും ഇതുപോലെ എന്ത് വേണം? റോട്ടറി മോഷൻ. വിൻഡ് മിൽ കറങ്ങുന്നതിന്റെ റോട്ടറി മോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇലക്ട്രിക് ജനറേറ്ററിന്റെ ഡൈനാമോയെ കറക്കാം, അതിന്റെ ആർമേച്ചറിനെ കറക്കാം. ഈ ആർമേച്ചറിനെ കറക്കുകയാണ് മെക്കാനിക്കൽ എനർജി. ആ ആർമേച്ചറിന്റെ കറക്കം അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖാന്തരം എന്ത് ചെയ്യും? അതിലൊരു EMF ഉണ്ടാവും. ആ EMF ആണ് നമ്മുടെ വൈദ്യുതിയായിട്ട് ഉപയോഗിക്കുന്നത്. അത് AC-യും ആവാം, DC-യും ആവാം. അത് നിർമ്മിക്കുന്ന ജനറേറ്ററിനനുസരിച്ച് അത് AC-യോ DC-യോ ആവാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഇലക്ട്രിക് ജനറേറ്ററിൽ ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും. സ്റ്റേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇവിടെ ഫീൽഡ് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് പോലുള്ള മാഗ്നറ്റുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഫീൽഡ് മാഗ്നറ്റ്, സ്റ്റേറ്ററിൽ ഫീൽഡ് മാഗ്നറ്റ്. അതിനുള്ളിൽ ഒരു റോട്ടോർ ഉണ്ടാവും. റോട്ടോർ. ഈ റോട്ടോറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറക്കുന്നത്. മനസ്സിലായോ? ഈ റോട്ടോറിനാണ് കറക്കുന്നത്.
ഈ റോട്ടോറിനെ കറക്കാൻ നമ്മൾ മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കുന്നു. അങ്ങനെ റോട്ടോർ കറങ്ങുമ്പോൾ റോട്ടോറിലുള്ള കമ്പി ചുരുൾ അഥവാ കോയിലിൽ കൂടി എന്ത് ചെയ്യും, വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ ഫീൽഡ് മാഗ്നറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ ചലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? when a conductor cuts the magnetic flux an EMF is induced in that conductor. അപ്പോൾ ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാകും. ആ EMF ആണ് നമ്മുടെ ജനറേറ്ററിന്റെ ഔട്ട്പുട്ടായി വരുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന റോട്ടോറില് നമ്മള് കമ്പിച്ചുരുളുണ്ട്. ആ കമ്പിച്ചുരുൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അത് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് അതിൽ നിന്നും ഒരു വൈദ്യുതി പുറത്തേക്ക് കിട്ടും. ആ വൈദ്യുതി നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന മെത്തേഡിനനുസരിച്ച് അത് ACയോ DCയോ ആവാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ ജനറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി നമ്മൾ പുറത്തേക്ക് എടുക്കും. വയറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതില് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വയറ് റെഡ് കളറുള്ള റെഡ് ഇൻസുലേഷനുള്ള വയറുണ്ട്. അതിൽ ലൈവ് വയർ എന്ന് പറയാം. നമ്മൾ റെഡ് കളറ് ഇൻസുലേഷനുള്ള വയറിനെ ലൈവ് വയർ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിനെ ലൈവ് വയർ എന്ന് പറയും. അതിലാണ് ഫേസ് കടത്തി വിടുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് കളറുള്ള വയറുണ്ട്. അത് ന്യൂട്രൽ, ബ്ലാക്ക് കളറുള്ള ന്യൂട്രൽ. അതുപോലെ തന്നെ ഗ്രീൻ കളറ് അത് എർത്ത് ചെയ്യാനാണ് ഉപയോഗിക്കുക. എർത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റൽ ബോഡികൾ, ഇപ്പൊ ഇസ്തിരിപ്പെട്ടി അതുപോലുള്ള ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങളുടെ മെറ്റൽ ബോഡികൾ നമ്മുടെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ് എർത്ത് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈവ് വയറിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് വയറിൽ നിന്നോ എങ്ങനെയെങ്കിലും ഇലക്ട്രിക് എനർജി ഈ മെറ്റൽ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റു അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അത് നേരെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ തൽഫലമായി എന്ത് ചെയ്യും, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ അതുപോലെ ELCB എല്ലാം ട്രിപ്പായിട്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. നെക്സ്റ്റ്, AC generator and DC generator. An electric generator with slip rings produces AC supply and electric generator with commutator produces DC supply. അപ്പൊ സ്ലിപ്പ് റിങ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്ലിപ്പ് റിങ്സ് ഉപയോഗിക്കുന്നത് ജനറേറ്ററിൽ AC സപ്ലൈ ആണ് കിട്ടുക നമുക്ക്. അതേസമയം കമ്മ്യൂട്ടേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ DC സപ്ലൈ ആണ് കിട്ടുന്നത്. അപ്പോൾ DC ജനറേറ്ററിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നു. അതേസമയം AC ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താണ് സ്ലിപ്പ് റിങ്സും എന്താണ് കമ്മ്യൂട്ടേറ്ററും? സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്ററിന്റെ ആർമേച്ചർ. ഇതാണ് ജനറേറ്ററിന്റെ ആർമേച്ചറിലെ ഒരു ലൂപ്പ്. നമ്മളൊരു ലൂപ്പ് മാത്രം ഇവിടെ കാണിച്ചു. ആർമേച്ചറിന് 2 കണക്ഷൻ പുറത്തേക്ക് വരും. ഒരു കോയിലാകുമ്പോൾ ആ കോയിലിന് 2 എൻഡ് ഉണ്ടാവും പുറത്തേക്ക്. അപ്പൊ ഇത് കറങ്ങുന്ന പാർട്ടാണ്. ഇത് നമ്മുടെ ഫീൽഡ് മാഗ്നറ്റും ഇത് ആർമേച്ചറുമാണ്. അപ്പൊ ആർമേച്ചറാണ് നമ്മളിവിടെ കറങ്ങുന്നത്. എങ്ങനെ? പ്രൈം മൂവറിൽ നിന്നുള്ള റൊട്ടേഷണൽ ഫോഴ്സ് കൊണ്ട് ഈ ആർമേച്ചറാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർമേച്ചർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2 വയറിൽ നമുക്ക് പുറത്തേക്ക് കണക്ഷൻ എടുക്കണം. ഈ ആർമേച്ചറിന്റെ ഈ വയറിൽ നിന്നാണ് നമുക്ക് ലോഡിലേക്ക് നമ്മുടെ ബൾബിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നത്. ഈ ആർമേച്ചറിന്റെ 2 വയറിൽ നിന്നാണ്. അപ്പൊ ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? ഈ 2 വയറുകളും കൂട്ടിപ്പിരിയും. കുറച്ചു നേരം കറയുമ്പോൾ പിരിഞ്ഞ് മുറിഞ്ഞു. അപ്പൊ അങ്ങനെ പിരിയാതിരിക്കണമെങ്കിൽ ഈ റോട്ടറി മോഷനിൽ നിന്നും ഈ സ്റ്റേബിളായി നിൽക്കുന്ന ഈ കണക്ഷനിലേക്ക് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഒന്ന് സ്ലിപ്പ് റിങ്സ്, ഒന്ന്
കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അവിടെ സ്ലിപ്പ് റിങ്സ്, എങ്ങനെയാണ് സ്ലിപ്പ് റിങ്സ് എന്ന് നോക്കാം. സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് വ്യക്തമാണ്, സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിങ്സ് ആണത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും അതിന്റെ റിങ്സ്. ഒരു റിങ്, രണ്ട് റിങ്, രണ്ട് റിങ് ഒറ്റ ലൈനിലാണ് വരാത്. ഈ കോയിന്റെ ഒരെൻഡ് ഈ റിങ്ങിലും മറ്റേ എൻഡ് അടുത്ത റിങ്ങിലുമാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ നിന്നും ഒരു കാർബൺ ബ്രഷ്, ഒരു ഗ്രാഫൈറ്റ് കാർബൺ ബ്രഷ്, ഗ്രാഫൈറ്റ് ബ്രഷ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു. അതിന് ബാക്കിൽ സ്പ്രിംഗ് ഒക്കെ വെച്ച് അതിനെ ഈ ഗ്രാഫൈറ്റ് ബ്രഷിനെ നമ്മൾ ഈ റിങ്ങിലേക്ക് തള്ളി നിർത്താൻ പാകത്തിന് ഇതിന് ടച്ച് ചെയ്യണം, ഫുൾ ടൈം ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യണം എന്ന് വെച്ചാൽ റിജിഡ് കോണ്ടാക്ട് ആദ്യം നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ഗ്രാഫൈറ്റ് ബ്രഷാണ് ഇവിടെ ഉള്ളത്. അതിന് ഒരു മെറ്റൽ കേസ് ഉണ്ട്. ആ കേസിൽ വെച്ചിട്ട് നമ്മളൊരു സ്പ്രിംഗ് ഇട്ടിട്ട് അതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഇവിടെയും കൊടുക്കും, ഗ്രാഫൈറ്റ് ബ്രഷ് ഇവിടെയും കൊടുക്കും. ഇതിൽ ബോഡി, മെറ്റൽ ബോഡിയൊക്കെ വെച്ച് അതിന്റെ ബാക്കിൽ ഒരു സ്പ്രിംഗ് ഒക്കെ വെച്ച് ഇതെന്തുള്ളത്. എന്നിട്ട് ഇതിന്റെ വയർ കണക്ഷൻ എടുത്തിട്ടാണ് ഇതിൽ നിന്നും വയർ കണക്ഷൻ എടുത്തിട്ടാണ് നമ്മുടെ എന്തിലേക്ക് കൊടുക്കുന്നത്, നമ്മുടെ ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് റിങ്ങുകളാണ്. അപ്പൊ ഇത് ഒരു ഫുൾ റിങ്ങും അതുപോലെ മറ്റൊരു ഫുൾ റിങ്ങും. ഈ റിങ് ഡയറക്റ്റ് ഈ കോയിലിന്റെ ഒരു എൻഡില് നന്നായിട്ട് റിജിഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ റിങ്ങിൽ നമ്മുടെ കോയിലിന്റെ മറ്റേ എൻഡും റിജിഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഈ റിങ്ങിൽ നിന്നും ഗ്രാഫൈറ്റ് ബ്രഷ് വഴിയാണ് ഇതിലേക്ക് കണക്ഷൻ വരുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് റോഡിലേക്ക് കണക്ഷൻ. അതുപോലെ തന്നെ ഈ റിങ്ങിൽ നിന്നും ഒരു ഗ്രാഫൈറ്റ് ബ്രഷ് വഴിയാണ് നമ്മുടെ ഔട്ട്പുട്ട് റോഡിലേക്ക് കണക്ഷൻ. അപ്പൊ കോയിലിന്റെ രണ്ടറ്റവും നമുക്ക് പുറത്തേക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ രണ്ട് ബ്രഷുകളും സ്റ്റേബിൾ ആയിട്ട് നോക്കും. അപ്പൊ ആർമേച്ചർ കറങ്ങുന്നത് എങ്ങനെയാണ്, ഈ റിങ്ങുകള് ഗ്രാഫൈറ്റ് ബ്രഷിന്റെ മുകളിൽ ഇങ്ങനെ ഉരസിക്കൊണ്ടാണ് കറങ്ങുന്നത്, അങ്ങനെ സ്ലിപ്പ് ചെയ്തുകൊണ്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്ലിപ്പ് റിങ്ങുകൾ എന്ന് പറയുന്നത്, ആണ് സ്ലിപ്പ് റിങ്ങുകൾ. ഓക്കെ, അപ്പൊ രണ്ട് സ്ലിപ്പിങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരം സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിക്കുന്ന ജനറേറ്റർ ആണ് എന്ത്, AC ജനറേറ്റർ എന്ന് പറയുന്നത്. AC ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റർ. AC ജനറേറ്ററിനെ DC ജനറേറ്റർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കമ്മ്യൂട്ടേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതിലെന്താണ് വ്യത്യാസം വരുന്നത്, വളരെ സിമ്പിളായ ചെറിയൊരു വ്യത്യാസം വരുന്നത്, നമ്മുടെ രണ്ട് സ്ലിപ്പ് റിങ്ങിനെയും നമ്മൾ മുറിക്കും, ഹാഫായിട്ട് മാറ്റി. ഓക്കെ, അടുത്തതിന് ഒരു ഹാഫ് ഇവിടെ, രണ്ട് ഹാഫ് ഒരു ഫുള്ള് റൗണ്ടായി ഇതിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇതിന്റെ ഇടയിൽ മൈക്ക ഷീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഇൻസ്റ്റലേഷൻ്റെ ഇടയിൽ ഇടും, അല്ലെങ്കിൽ അത് കോണ്ടാക്ട് ആയി പോകും. അപ്പോൾ മൈക്ക ഷീറ്റ് വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷനൊക്കെ അതിൻ്റെ ഇടയിൽ ഇടും. ഈ രണ്ട് ഹാഫ് റിങ്ങിന്റെ ഇടയിൽ മൈക്ക ഷീറ്റ് വെച്ച് ഇൻസ്റ്റലേഷൻ ഇടും. എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഗ്രാഫൈറ്റ് ബ്രഷ് വെക്കുന്നു. എന്നിട്ട് മെറ്റൽ കേസ് വെച്ച് സ്പ്രിംഗ് ഇട്ട് അതിൽ നിന്നും വയർ കണക്ഷൻ എടുത്തിട്ട് ഇതിനാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയാം. നേരത്തെ നമ്മള് സ്ലിപ്പ് റിങ് പഠിച്ചു. ഇവിടെ നമ്മള് കമ്മ്യൂട്ടേറ്റർ ആണ്. ഇതിന് മറ്റൊരു പേര് ഇവിടെ ഉണ്ട്, സ്പ്ലിറ്റ് റിങ്. സ്പ്ലിറ്റ്. നേരത്തെ സ്ലിപ്പ് ആണെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് റിങ് എന്ന് പറയും. രണ്ടാമത് ഒരു റിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് റിങ് എന്ന് പറയും. ഈ സ്പ്ലിറ്റ് റിങ് ആണ് നമ്മുടെ DC ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത്. DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. AC ജനറേറ്ററിൽ രണ്ട് സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിച്ച് നമ്മുടെ ഔട്ട്പുട്ട്, ആർമേച്ചറിൽ നിന്ന് ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കുന്നു. അത്തരം ജനറേറ്ററുകളാണ് AC ജനറേറ്റർ. അതിന്റെ
ഔട്ട്പുട്ടിൽ കിട്ടുന്ന വൈദ്യുതിയുടെ ദിശ സമയബന്ധിതമായി അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുമായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് എ സി എന്ന് പറയുന്നത്. ഇത് ടൈം ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കണക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഈ സമയത്തിനനുസരിച്ച് അതിന്റെ ദിശ മാറുന്ന വൈദ്യുതിയാണ് എ സി എന്ന് പറയുന്നത്. അതേസമയം ഡി സി ജനറേറ്ററില് സമയത്തിനനുസരിച്ച് ദിശ മാറുന്നില്ല, ഒരേ ദിശയിൽ തന്നെയാണ് എന്ത് ചെയ്യുക ഡി സി ജനറേറ്ററിൽ നമുക്ക് വൈദ്യുതി കിട്ടുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് നിങ്ങളുടെ ഇതെല്ലാം മെമ്മറിയിൽ വെക്കുക. നമ്മുടെ എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മുടെ ഡി സി ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്റർ അഥവാ സ്പ്ലിറ്റ് റിങ്സ് ആണ്. നെക്സ്റ്റ്, വർക്കിംഗ് ഓഫ് എ സി ജനറേറ്റർ. An AC generator works on the principles of electromagnetic induction. Electromagnetic induction. When a conductor cuts magnetic flux, an EMF is induced in that conductor. And the direction of induced current of an generator is given by Fleming's right hand rule. Fleming's right hand rule. Okay. Here, a stator, that is permanent magnet having north pole and south pole, and an armature loop. This is an armature loop, slip rings, and graphite brushes, and a galvanometer. ഇതിന്റെ വർക്കിംഗ് വളരെ നമുക്ക് അറിയാം. നമ്മുടെ മാഗ്നറ്റിൽ പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഇടയിൽ കിടന്ന് ഒരു ആർമേച്ചർ കറങ്ങുമ്പോഴാണ് നമ്മുടെ ജനറേറ്ററിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ ഒരു ലൂപ്പ്, ഒരു ആർമേച്ചറിന്റെ ഒരു കോയിലിന്റെ ലൂപ്പാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ കുത്തനെയല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ ഐസോമെട്രിക് വ്യൂ അല്ല, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആർമേച്ചർ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ. അപ്പം രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ ആർമേച്ചർ ഇങ്ങനെ ഇരിക്കുന്നു. അതിൽ ഒരു പാർട്ട്, ഒരു ലൂപ്പിന്റെ ഒരു ഭാഗം നമ്മൾ റോസ് കളറിലും മറ്റൊരു ഭാഗം യെല്ലോ കളറിലും ആയി എടുത്തു വരച്ചിട്ടുണ്ട്. അതില് റോസ് കളറിലുള്ള ഭാഗം നമ്മൾ ആ പാട്ടിനെ AB എന്നും യെല്ലോ കളറുള്ള പാട്ടിനെ CD എന്നും മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ABയുടെ പാട്ട് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ റിങ്ങാണിത്. CD പാട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റിങ്ങാണിത്. ഈ റിങ്ങിലേക്കാണ് CD ഭാഗം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കമ്പിച്ചുരുളാണ്. കമ്പിച്ചുരുളിന്റെ ഒരു എൻഡ്, ഈ എൻഡ് CD എന്ന് പറയുന്ന ഭാഗത്തിന്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ റിങ്ങിലും, AB എന്ന് പറയുന്ന ഭാഗത്തിന്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ റിങ്ങിലും. അത്രയേ ഉള്ളൂ. അപ്പോ ഈ ആർമേച്ചർ കറങ്ങുന്നതോട് കൂടെ അല്ലെങ്കിൽ ഈ കോയിൽ കറങ്ങുന്നതോട് കൂടെ ഈ റിങ്ങും കറങ്ങിക്കൊണ്ടിരിക്കും. കോയിൽ കറങ്ങുന്നതോട് കൂടെ റിങ്ങും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത്രയും മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ കോയിലിന്റെ കറക്കത്തിനനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്, അതിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഒരു EMFന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ കാണുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ലൂപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് റോസ്, ഇത് യെല്ലോ. അപ്പോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാവും, ഇതിനെ കറങ്ങി ഇങ്ങനെയാവും. അപ്പോൾ റോസ് മുകളിലെത്തി, യെല്ലോ താഴെ എത്തി. വീണ്ടും അത് കറങ്ങി റോസ് ഇങ്ങനെ താഴേക്കെത്തും, യെല്ലോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ നിന്നാണ് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്നത്, ആ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതാണ് റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ തമ്പ്, 4 ഫിംഗർ
ആൻഡ് മിഡിൽ ഫിംഗർ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചു. പെർപെൻഡിക്കുലർ പിടിച്ചിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ നമ്മുടെ ഫോർ ഫിംഗർ പിടിക്കുക. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഫോർ ഫിംഗർ പിടിച്ചു. തമ്പ് നമ്മുടെ കണ്ടക്ടറിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിച്ചു. അതേസമയം നമ്മുടെ മിഡിൽ ഫിംഗർ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു? ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതായത് ഇതില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുക, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നു. അതിന്റെ ഡയറക്ഷൻ ആണ് ഫോർ ഫിംഗർ കാണിച്ചിരിക്കുന്നത്. കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് തമ്പ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ റോസ് അടിഭാഗത്തുള്ള റോസ് കറങ്ങി 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 മുകളിലോട്ടാണ് പോകുന്നത്. ഈ റോസ് ഭാഗം മുകളിലോട്ട് പോകുന്നത്, അതാണ് തമ്പ് കാണിച്ചിരിക്കുന്നത്. ആ സമയത്തുള്ള കറണ്ട് ഡയറക്ഷൻ ഇതിന്റെ ഉൾഭാഗത്തേക്കാണ്. ഉൾഭാഗത്തേക്ക് മീൻസ് റോസിന്റെ ഈ എൻഡിൽ നിന്നും ഇങ്ങോട്ടാണ് കറണ്ട് ഡയറക്ഷൻ. അതാണ് ഇവിടെ കറണ്ട് ഡയറക്ഷൻ ആയി കാണിച്ചിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ യെല്ലോ ഭാഗം എന്ത് ചെയ്യുന്നു? താഴോട്ട് മുകളിൽ നിന്നും താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. റോസ് താഴെ നിന്നും മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ യെല്ലോ മുകളിൽ നിന്നും താഴോട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ ആർമേച്ചർ കറങ്ങുന്നത്. യെല്ലോ മുകളിൽ നിന്ന് താഴോട്ട് കറങ്ങുമ്പോൾ അതിന്റെ കറണ്ട് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫോർ ഫിംഗറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം. പക്ഷേ കണ്ടക്ടർ മുകളിൽ നിന്ന് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ മഞ്ഞ പാർട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ തമ്പ് മുകളിലോട്ടല്ല പോകേണ്ടത്, തമ്പ് താഴോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പിടിക്കണം? കൈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നേരെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് താഴോട്ട്. അപ്പൊ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. അതായത് ഇങ്ങോട്ട്. കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട്. ആ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് ഇതാ പോകുന്നു. ഈ കണ്ടക്ടർ നമ്മുടെ ലൂപ്പ് താഴെ നിന്നും മുകളിലോട്ട് ആർമേച്ചർ താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ കോയിലിൽ നിന്നുള്ള കറണ്ട് റിങ് വഴി, ഗ്രാഫൈറ്റ് ബ്രഷ് വഴി, കണ്ടക്ടർ വഴി, ഗാൽവനോമീറ്ററിലൂടെ ഇങ്ങനെ കടന്ന് ഈ ഡയറക്ഷനിലാവും ആ സമയത്ത് കറണ്ട്. ഓക്കെ, ഇതിന്റെ ഡയറക്ഷനാണ് ഗാൽവനോമീറ്ററിൽ കാണുന്നത്. ആ ഡയറക്ഷനാണ് നമ്മൾ ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ നോക്കുക. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ലൂപ്പ് ഇരിക്കുന്ന സമയത്ത് എത്ര കറണ്ട്? 0 ആയിരിക്കും. അതിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്യുന്നില്ല. അതിങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്ത് വരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ മാക്സിമം എത്തും. മാക്സിമം കറണ്ടാണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും അത് കറങ്ങി ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് കുറഞ്ഞ് ഇപ്പൊ ഈ ഒരു ഹാഫ് റൊട്ടേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ആ സമയത്തുണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഇനി അടുത്ത റൊട്ടേഷൻ. ഇപ്പോൾ നമ്മുടെ റോസ് മുകളിലെത്തി, യെല്ലോ താഴെയെത്തി. അപ്പോഴും കറങ്ങുന്നത് അങ്ങോട്ട് തന്നെയാണ്. അതേ സെയിം ഡയറക്ഷൻ തന്നെ, കറക്കത്തില് മാറ്റമില്ല. സെയിം ഡയറക്ഷനിൽ കറങ്ങുകയാണ്. കറങ്ങുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യെല്ലോ മുകളിലോട്ട് കറങ്ങും. യെല്ലോ ഭാഗം മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ യെല്ലോ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്? മുകളിലോട്ട് തന്നെ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇങ്ങോട്ട് തന്നെയാണ് കറണ്ട് ഉണ്ടാവുന്നത്. അതേസമയം റോസ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങോട്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്? താഴോട്ട് തന്നെ. അത് ഇവിടെയും സെയിം ആണ്. പക്ഷെ എന്താണ് വ്യത്യാസം? പാർട്ട് മാറി. ഇവിടെ റോസ് പാർട്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ റോസ് പാർട്ടില് ഡയറക്ഷൻ താഴോട്ടായി. ഇവിടെ റോസ് പാർട്ടില് കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലോട്ടായിരുന്നു. ഇവിടെ ആ റോസ് പാർട്ടില് കറണ്ട് ഡയറക്ഷൻ താഴോട്ടായി. അതേസമയം യെല്ലോ ഇവിടെ താഴോട്ടായിരുന്നു, ഇവിടെ മുകളിലോട്ടായി. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു. ആ കണ്ടക്ടറിലെ കറണ്ട് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറി. ആ ഓപ്പോസിറ്റ് ആയിട്ട് മാറുമ്പോൾ നോക്കുക, നമ്മുടെ റോസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കണക്ഷൻ മാറത്തില്ല. ഇതും ആർമേച്ചർ കറങ്ങുന്നതിന് കൂടെ തന്നെ റിങ്ങും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിങ്ങും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കണക്ഷൻ മാറത്തില്ല. അപ്പൊ റോസ് പാർട്ട് ഇവിടെ എത്തി. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? താഴോട്ട്. ആ താഴോട്ടുള്ള കറണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്.
അതുപോലെ യെല്ലോയുടെ കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലോട്ട് പോയിട്ട്, അപ്പൊ മുകളിലോട്ട് വരാൻ ഇതിലേ പെടുന്ന അങ്ങോട്ട്. അതായത് റോസിൽ നിന്ന് വരുന്ന കറണ്ട് ഇതിലൂടെ കയറിയിട്ട് ഗാൽവനോമീറ്ററിൽ കയറിയിട്ട് ഇതിലൂടെ തിരിഞ്ഞിട്ട് നേരെ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എന്തായി? നേരെ ഇതിന്റെ നേരെ റിവേഴ്സ് ആയതാണ് നമ്മളിവിടെ ഗ്രാഫിൽ കാണുന്നത്. നേരെ റിവേഴ്സ് ആയിട്ടാണ്. അപ്പൊ ആദ്യത്തെ 180 ഡിഗ്രി റൊട്ടേഷനില് കറണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലായിരുന്നു. നെക്സ്റ്റ് 180 ഡിഗ്രിയില് എന്തായി? കറണ്ട് റിവേഴ്സിലായി. അപ്പൊ ഇങ്ങനെ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC വൈദ്യുതി എന്ന് പറയുന്നത്. അതായത് ടൈം ആണെങ്കിൽ സമയത്തിനാനുപാതികമായി കറണ്ടിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ഒന്നും മനസ്സിലാക്കാനില്ല. ഈ കണ്ടക്ടറിന്റെ ഈ പാർട്ട് മാത്രം അങ്ങോട്ടോട്ട് മാറുമ്പോൾ ഡയറക്ഷൻ മാറുന്നു. റിങ്ങുകളൊന്നും മാറുന്നില്ല, റിങ്ങൊക്കെ അതുപോലെ തന്നെയാണ്. റിങ്ങിലൊന്നും മാറ്റം വന്നിട്ടില്ല. എന്ത് സംഭവിച്ചു? ഇത് ഇങ്ങോട്ട് മാറിയപ്പോൾ ഡയറക്ഷൻ ഈ കോയിലിന്റെ ഈ പാർട്ട് അങ്ങോട്ട് കറങ്ങി തിരിച്ച് ഇവിടെ നിന്ന് താഴോട്ട് 180 നിന്നും 360 ഇങ്ങനെ കറങ്ങുമ്പോൾ 360 കറങ്ങുമ്പോൾ കറണ്ട് ഡയറക്ഷൻ നേരെ റിവേഴ്സിലാവും. ഈ ഡയറക്ഷൻ നേരെ ഇവിടെ റിവേഴ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് DC ജനറേറ്റർ. ഇതിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ കാണുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ തന്നെ. ഇതിലൊരു മാറ്റമില്ല. കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതിലെ സ്ലിപ്പ് റിങ്സിന് പകരം നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉപയോഗിച്ചത്. സ്ലിപ്പ് റിങ്ങിന് പകരം സ്പ്ലിറ്റ് റിങ്സ് ആണ് ഉപയോഗിച്ചത്. ആണ് പ്രധാനമാണ്. ഇതിനെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയും. ഇനി വ്യത്യാസങ്ങൾ നോക്കാം. AC ജനറേറ്ററിൽ നിന്നും DC ജനറേറ്ററിലുള്ള വ്യത്യാസങ്ങൾ. ഡയറക്ഷൻ നോക്കുക. നേരത്തെ സെയിം ഡയറക്ഷൻ, AC പോയ അതേ ഡയറക്ഷനാണ് ഇവിടെ. ഫസ്റ്റ് റൊട്ടേഷനിൽ ആദ്യത്തെ 180 ഡിഗ്രി റൊട്ടേഷനിൽ, അതായത് റോസ് പാർട്ട് താഴെ നിന്നും മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന 180 ഡിഗ്രി പാർട്ടിൽ കറണ്ട് ഡയറക്ഷൻ എല്ലാം സെയിം തന്നെ. അതിൽ നിന്നും ഇതിലൂടെ ഹാഫ് റിംഗിലൂടെ കയറി നമ്മുടെ ഗാൽവനോമീറ്റർ വഴി തിരിച്ച് സെയിം. ഓക്കെ, അതിന്റെ റൊട്ടേഷൻ നമ്മുടെ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ 0 to 180 അതിന്റെ ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ, അതായത് ഇവിടെ റോസ് മുകളിലെത്തിയ റോസ് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചേഞ്ച് ചെയ്ത്? റോസിന്റെ മുകളിലോട്ടാണെങ്കിൽ ഇവിടെ റോസ് താഴോട്ടാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കറണ്ട് ഡയറക്ഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്തു. അപ്പോ 180 to 360 വരെ റൗണ്ടില് ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഇവിടെയും ചേഞ്ച് ചെയ്തു, അതുപോലെ എല്ലാവരും ചേഞ്ച് ചെയ്തു. ആ ചേഞ്ച് ചെയ്തത് നമുക്ക് എഫക്ട് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കമ്മ്യൂട്ടേറ്റർ അഥവാ സ്പ്ലിറ്റ് റിംഗ് ചെയ്യുന്നത്. ഈ ചേഞ്ച് വന്ന കറണ്ട് ഇപ്പോൾ ഈ ഹാഫ് റിംഗിലൂടെ കയറിയിട്ട് ഇതിലൂടെ, അപ്പൊ നമുക്ക് ഫലത്തില് ആ ചേഞ്ച് അനുഭവിക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ച് ഈ വൈദ്യുതിയെ ദിശ മാറ്റി. മനസ്സിലായോ? ആദ്യം ആ വൈദ്യുതി നമ്മൾ ഇവിടെ യെല്ലോ ആയിരുന്നെങ്കിൽ രണ്ടാമത് ഇവിടെ വരുമ്പോൾ ഇവിടെ റോസാ വരുന്നത്. അപ്പൊ മറ്റേ ഹാഫ് റിംഗ് ആണ് ഇവിടെ വരുന്നത്. ആ ഹാഫ് റിംഗിൽ നിന്നും ഇതിലൂടെ തന്നെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. ആദ്യം ഈ ഹാഫ് റിംഗിലുള്ള കണക്ഷൻ ആണ് ഇതിലൂടെ വന്നിട്ട് ഇതിലേ വരുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേജില് മറ്റ് ഹാഫ് റിംഗിൽ നിന്നുള്ള കണക്ഷൻ ആണ് വരുന്നത്. അപ്പോ കറണ്ട് ഡയറക്ഷൻ സെയിം തന്നെയാണ്. ഈ ഹാഫ് റിംഗുകളാണ് നമ്മുടെ കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് 180 ഡിഗ്രിയിലും നമ്മുടെ നോക്കുക, റോസ് വരുന്ന താഴോട്ട് വരുന്ന സമയത്ത് കറണ്ട് ഡയറക്ഷൻ താഴോട്ടാണ്. ആ താഴോട്ടുള്ള കറണ്ട് ഡയറക്ഷൻ ഈ ഹാഫ് റിംഗിലൂടെ കയറിയിട്ട് ഇതിലൂടെ വന്ന് ഇവിടെ പോയി ഗാൽവനോമീറ്റർ വഴി വീണ്ടും. അപ്പൊ ഇവിടെ
രണ്ട് സമയങ്ങളിലും ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്, ഇവിടെ ഈ ഡയറക്ഷനാണ്. രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഡയറക്ഷനിൽ മാറുന്നില്ല. എലമെന്റ് ഒരേ ഭാഗത്തേക്ക് തന്നെ ഡിഫ്ലക്ട് ചെയ്യുന്നു. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ 180 to 360 സമയത്തും, അപ്പോ ഇതിന് ഫുൾ ടൈം എല്ലാ സമയത്തും നമ്മുടെ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വൈദ്യുതി. അതായത് ദിശ മാറുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. ഡയറക്ഷൻ മാറാത്തതുകൊണ്ട് തന്നെ ഇതെന്ത് ഒരു DC ആണ്. ഇത്തരം ജനറേറ്ററുകളാണ് DC ജനറേറ്ററുകൾ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ.